ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് വീണ്ടും അഗൈൻ വൈഫ് മേഘനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അവർ രംഗത്ത് വന്ന് എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് അതിൻ്റെ കറക്റ്റ് പിക്ചർ നമുക്ക് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ മേഘ പോസ്റ്റിലൂടെയും അതുപോലെ തന്നെ സ്റ്റോറിയിലൂടെയും അവരുടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പറഞ്ഞത്രേ ഉള്ളൂ. കഴിഞ്ഞ 10 ദിവസമായിട്ട് അനൂപിൻ്റെ കൂടെ തന്നെയാണ്. അതിൽ ഒരു ദിവസം എങ്ങാണ്ടോ അച്ഛൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ എടുത്തൊരു പിക്കാണ് ഇന്നലെ പോസ്റ്റ് ചെയ്തത്. ഇൻ മൈ ഫാദേഴ്സ് ഹോം എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അച്ഛൻ്റെ കൂടെ ഒരു ദിവസം തങ്ങിയിട്ട് പിറ്റേ ദിവസം അനൂപിൻ്റെ കൂടേക്ക് തന്നെ വന്നു. പിന്നെ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ, അതായത് ഇങ്ങനെ ഒളിച്ചോടിയതിന് കറക്റ്റ് റീസൺ ഉണ്ട്. അതിൽ പിന്നെന്താ, പരസ്പരം കുറ്റം പറയില്ല എന്നുള്ളതിന് സൈൻ ചെയ്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് അഖിലിനാരുടെയും ഇവർ തമ്മിലൊരു എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. സോ പിന്നെ പറഞ്ഞിട്ട് എന്താണ്, ഒളിച്ചോടിയതിൻ്റെ കാരണം, അങ്ങനെ പല കാരണങ്ങളും പബ്ലിക്കിൽ അറിയിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല എന്നുള്ള രീതിക്കാണ് മേഘ സംസാരിക്കുന്നത്. പിന്നെ സുഹൃത്ത് പറയുന്ന ആൾക്കാർ പലതും പറയും, അതൊന്നും വിലക്കെടുക്കേണ്ട അല്ലെങ്കിൽ അതൊന്നും വിശ്വസിക്കേണ്ട രീതിക്കാണ് മേഘ പറയുന്നത്. എനിക്കതിൽ ഡൗട്ട് വന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒളിച്ചോടിയതിന് ശേഷം ഒരു 10 ദിവസത്തിനുള്ളിൽ ഇതൊക്കെ ഓക്കെ, അതായത് അച്ഛന് പ്രശ്നമല്ല, അച്ഛൻ്റെ വീട്ടിൽ സ്വീകരിച്ചിട്ടായിരിക്കുമല്ലോ ഒരു ദിവസം അവിടെ തങ്ങിയത് അല്ലേ, അല്ലാതെ വെറുതെ വീട്ടിന് മുമ്പിലും മുറ്റത്ത് പോയിരുന്നിട്ട് ഫോട്ടോ എടുത്ത് പോകുന്നതല്ലോ. ഓക്കെ, അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു ദിവസത്തിന് ശേഷം ഇങ്ങോട്ട് വന്നു എന്നുള്ള പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അച്ഛന് കുഴപ്പമില്ല, അച്ഛന് ഓക്കെ ആയി അല്ലേ, അല്ലെങ്കിൽ അച്ഛന് നീരസമൊന്നുമില്ല. ഇനിയിപ്പോൾ അവനെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇവളടുത്ത് ദേഷ്യമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ ചെയ്തതിൽ ദേഷ്യം എന്നുള്ളതെന്നായാലും വ്യക്തമാണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിലിനാരുടെയുടെ കേസ്, അവർ തമ്മിലൊരു എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്തു, പരസ്പരം കുറ്റം പറയില്ല എന്നുള്ളത്. അപ്പോൾ എനിക്കിതിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് അവർക്ക് നേരെ ഡിവോഴ്സ് ചെയ്താൽ പോരെന്നില്ലേ, രണ്ട് കൂട്ടരും ഒരു എഗ്രിമെൻറ്റിലെത്തി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. എന്നാൽ പിന്നെ ഈ ഒളിച്ചോട്ടത്തിന് പകരം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്ത് പോയാൽ പോരായിരുന്നോ? ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒളിച്ചോട്ടത്തിന് മുമ്പേ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്തിട്ട് ആരെ പേർക്കൊന്നും കേൾപ്പിക്കാതെ അങ്ങനെ പോയാൽ മതിയെന്നല്ലോ. ഇപ്പോൾ കുടുംബം മൊത്തം വെള്ളത്തിലാക്കിയിട്ട് ഈ ഒളിച്ചോട്ടത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? ഈ നേരാവണ്ണം ഇതങ്ങ് പറഞ്ഞിട്ട് ഒരു ഒത്തുതീർപ്പാക്കിയിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നില്ലേ? ഇതിലൊരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്ത് പറയുന്നുണ്ട്, ഇങ്ങനെ കൂടെ ഇറങ്ങി വന്നത്, അത് അനൂപിൻ്റെ കൂടെ ഇറങ്ങി വന്നത് അങ്ങനെ ഇട്ടേച്ച് പോകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ്. അഖിലനാറുടിയുടെ കൂടെയും മേഘ ഇറങ്ങി വന്നത് തന്നെയാണ് അല്ലേ, ഇറങ്ങി വന്നല്ലെങ്കിലും കൈ പിടിച്ച് അഖിലനാറുടിയുടെ വീട്ടിൽ പോയതാണ് മേഘ. ഇനി ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നു, ഇവനെയും തേച്ചിട്ട് പോകുമെന്നുള്ളത് എങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും? ഒരു കാര്യം കമൻറ്റ് ബോക്സിൽ ഉടനീളം നമുക്ക് കാണാം കേട്ടോ. അതായത് അനൂപിൻ്റെ കൂടെ ഇറങ്ങി വന്നത് ഇട്ടേച്ച് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിൽ, അത് ഒഴിവാക്കി പോകാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ സൈഡിൽ ഇങ്ങനെ കിട്ടിയ കമൻറ്റ്സുകളൊക്കെ ഇങ്ങനെ നോക്കിയ കമൻറ്റ്സുകളൊക്കെ സൈഡിൽ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഓക്കെ, നമുക്കിത് ക്ലിയർ ആയിട്ടുള്ള കാര്യം, ഇവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൂടുതൽ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓക്കെയാണ്, അവർക്ക് ഇതൊരു പ്രശ്നമല്ല മീൻസ് അവരതിനോട് അങ്ങോട്ട് എന്താ പറയുക, യോജിച്ചവിടെ മുന്നോട്ട് പോവുകയാണെന്നുള്ള രീതിക്കാണ് പറയുന്നത്. മേഘേൻ്റെ അഭിപ്രായത്തിൽ അച്ഛൻ്റെ കൂടെ താമസിച്ചു, തിരിച്ചു പോന്നു, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു, ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആവട്ടെ എന്ന രീതിക്കാണ് മേഘ പറയുന്നത്. ഓക്കെ, അഖിലിനാർട്ടിക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ തന്നെ പരസ്പരം കുറ്റമൊന്നും പറയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോവാം, ആ ഒരു രീതിക്ക് പോവാം, കഴിഞ്ഞതൊക്കെ മറന്ന് മുന്നോട്ട് പോകാൻ രീതിക്കാണ് ഇരു കൂട്ടരും അല്ലെങ്കിൽ മേഘേൻ്റെ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇനി ബോക്സ് മൊത്തം നമ്മുടെ മേഘയ്ക്കെതിരാട്ടോ. സപ്പോർട്ട് ചെയ്യുന്നവർ ചുരുക്കിയ ആൾക്കാരേ ഉള്ളൂ. ഞാൻ വായിച്ചിടത്തോളം കമൻറ്റ്സ് ഫുള്ള് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് കാണിച്ചു കൊടുക്കാം, ഒളിച്ചോട്ട വീഡിയോ, അമ്മയുടെ ഒളിച്ചോട്ട വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അഖിലനാറുടെ നീ അവൻ്റെ കൂടെ ഇറങ്ങി വന്നതന്നെയില്ലേ, പിന്നെ ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നു എന്താ മാറ്റം, അങ്ങനെ ഇരിക്കും സംസാരിക്കുന്നുണ്ട്. പിന്നെ മാന്യമായിട്ട് ഇറങ്ങിപ്പോയിക്കൂടായിരുന്നോ, ഡിവോഴ്സ് ചെയ്തുകൂടായിരുന്നോ, അങ്ങനെ പറയുന്നു. ഇവരെ നല്ല വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒളിച്ചോട്ട വീഡിയോ അല്ലെങ്കിൽ ഒളിച്ചോട്ട CCTV ദൃശ്യങ്ങൾക്കൊരു കർട്ടൻ ഇടുകയാണ് ഇവിടെ. അപ്പോൾ മേഘയുടെ പോസ്റ്റിൽ ഇനി എന്തെങ്കിലും വരും എന്നുള്ളത് അറിയില്ല. അപ്പോൾ മേഘയുടെ ഭാഗത്തുനിന്ന്, അവരുടെ ഭാഗത്തുനിന്ന്, അതായത് നമ്മളെ ഇരകളുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുക, ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു പോസ്റ്റിലൂടെ അവർക്ക് പ്രശ്നമൊന്നുമില്ല, ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. ഇനി സുഹൃത്ത് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരൊന്നും വാക്കുകൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ള രീതിക്ക് മേഘ പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇതിനെതിരെ ഒരു കർട്ടൻ ഇട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.